ഷനാ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ബുക്കാറസ്റ്റിലെ ഒരു ഹാഫ് ഡേ കാഴ്ചകൾ കണ്ടാലോ. അപ്പം ഡേ ഒരു കോഫിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കഫെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. നല്ല രസമല്ലേ കഫെ കാണാൻ? ഒരു കോസി അറ്റ്മോസ്ഫിയർ ഒന്നുമില്ല, ഒരു ഓഫീസ് കഫറ്റീരിയ പോലൊക്കെ ഒരു ഫീല്. പുറത്ത് നല്ല ചൂടായിരുന്നോണ്ട് ഞാൻ ഒരു ഐസ് ലാറ്റയാണ് ഓർഡർ ചെയ്തത്. സ്വീഡനിലെ 2 years കൊണ്ട് എനിക്ക് വന്ന നല്ലൊരു മാറ്റം എന്ന് ഞാൻ കരുതപ്പെടുന്ന ഒരു മാറ്റമാണ് കാപ്പിയിൽ പഞ്ചാര ഇടാതെ കുടിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സ്റ്റാവ്രോപോളോസ് മൊണാസ്ട്രി. ഞാൻ അവിടെ ചെന്ന സമയത്ത് സർവീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു പണി പാളി, അകത്ത് കയറാൻ പറ്റത്തില്ലതാണ്. പക്ഷെ അവർ പറഞ്ഞു ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, അകത്ത് കയറാം. ഈ ആശ്രമം വളരെ ചെറുതാണെങ്കിലും ഇതിന്റെ കല്ലുകൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട്. പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു ലൈബ്രറിയിലേക്കാണ്. നമ്മളിവിടെ വന്നത് വെക്കേഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് പുസ്തകം വായിക്കാൻ ലൈബ്രറി പോയോ എന്ന് ചോദിച്ചാൽ പുസ്തകം വാങ്ങിക്കാനല്ല പോയത്, 2-3 ഇൻസ്റ്റഗ്രാം ഫോട്ടോസിനാണ്. ഈ ലൈബ്രറിയുടെ പേരാണ് കാർത്തറേസി കറോസൽ ഓർ ദ കറോസൽ ഓഫ് ലൈറ്റ്. ഈ ലൈബ്രറിയുടെ പുറത്തു നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ലുക്കൊന്നും അകത്ത് കാണത്തില്ലെന്ന്. പക്ഷെ ഒരുപാട് നല്ല കളക്ഷൻസ് ഓഫ് ബുക്സ്, റെക്കോർഡ്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു അടിപൊളി സ്പോട്ടാണ്. ബുക്സ് വായിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇൻസ്റ്റാഗ്രാം പിക്സിന് വേണ്ടി ഇതൊരു അടിപൊളി സ്പോട്ടാണ്. അല്ലെങ്കിൽ ബുക്സ് വാങ്ങി വായിക്കാതെ സൂക്ഷിച്ച് വെക്കുന്നവർക്കും ഇതൊരു അടിപൊളി സ്പോട്ടാണ്, എന്നെ പോലെ. സോ ഇതാണ് വിക്ടോറിയ സ്ട്രീറ്റ് ഓർ അംബ്രല്ല സ്ട്രീറ്റ്. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നുമല്ല, കുറെ അംബ്രല്ലാസ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. നല്ല രസമുണ്ട് കാണാൻ, അത്രേ ഉള്ളൂ. ഈ ആലിയിൽ കുറെ കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഉച്ച സമയമായിരുന്നുകൊണ്ട് ഫുഡ് കഴിച്ചാലോ എന്ന് ചിന്തിച്ചു. പിന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റിന്റെ ഫുഡിന്റെ പ്രൈസ് ഒക്കെ കണ്ടപ്പോൾ വിശപ്പ് താനെ മാറി. നല്ല കത്തിയായിരുന്നു. പിന്നെ യാത്രയുടെ അവസാന ദിവസം കൂടെ ആയതുകൊണ്ട് കയ്യിലുള്ള കാശൊക്കെ പൊടി പൊടിച്ചു. അവിടുന്ന് കുറച്ചു മാറി ഒരു തായ് റെസ്റ്റോറൻറ്റിലാണ് പിന്നെ ഫുഡ് കഴിച്ചത്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ക്രിസ്പി ചിക്കൻ സാലഡ് ആയിരുന്നു. ക്രിസ്പി ചിക്കൻ, ഫ്രഷ് വെജീസ്, പിന്നെ ആ ഡ്രസ്സിങ് കുറച്ച് ടാങ്കി ആയിരുന്നു. ബട്ട് ഐ ലവ്ഡ് ഇറ്റ്. പിന്നെ ചൂടത്ത് ഉപ്പിട്ട മിൻറ്റിട്ട ഒരു നാരങ്ങ വെള്ളം, അടിപൊളി. അപ്പോൾ ആ വിശേഷം അത്രയേ ഉള്ളൂ. ദിസ് ഇസ് ഇൻസോംനിയ ഡോക്യുമെന്റിംഗ് ഹർ ട്രിപ്പ് ടു റൊമേനിയ.